ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ന്യൂസ് ഇങ്ങനെ കിടന്ന് കറക്കുന്നുണ്ടായിരുന്നു, നൂറ ഔട്ടായി എന്നുള്ളൊരു കാര്യം. യഥാർത്ഥത്തിൽ നൂറ എവിക്റ്റായി പുറത്തായോ എന്നുള്ളൊരു കാര്യം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ടൊരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു. ഒരു എവിക്ഷനും കൂടെ ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതും ഫോട്ടോസൊക്കെ അടുക്കി വെക്കണം, എന്നാൽ അതിൽ ഫോട്ടോ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റാത്തവർ ഔട്ടാവും എന്നുള്ള രീതിയിലാണ് ആ ഒരു എവിക്ഷൻ പ്രോസസ്സ് നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൽ നിന്ന് ആര് പുറത്തായി എന്നുള്ള കാര്യം ഇതുവരെ അറിയാൻ സാധിച്ചിട്ടില്ല. പക്ഷേ നൂറ പുറത്തായി എന്നുള്ള ന്യൂസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. പക്ഷേ കൂടുതൽ ചാൻസ് നൂറയ്ക്കാണ് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ആദിലെ പുറത്തായിട്ടുണ്ട്. അതിൻ്റെ പിറകെ തന്നെ നൂറയും പുറത്താകാനുള്ള ചാൻസാണ് കൂടുതൽ. കാരണം അവർക്ക് രണ്ടുപേർക്കും ഈ രണ്ടാഴ്ചയായിട്ട് ഭയങ്കരമായിട്ടുള്ള ഹേറ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അനുമോക്കെതിരെ ആദിലെയും നൂറയും ടാർഗറ്റ് ചെയ്യുന്ന കണക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് രണ്ടുപേരും പുറത്തു പോകണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ആദില ആദ്യമേ പോയി, ഇപ്പം നൂറ പോയെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് ഇതുവരെ കൺഫേം ആയിട്ടില്ല.